അങ്ങനെ നമ്മൾ കടലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടാ. പാലസിൻ്റെ അടുക്കുമ്പോൾ നമ്മളെ കുതിരവണ്ടിയിലാട്ടാ പോണേ. കുതിരവണ്ടിയിലാണ് പാലസ്. ആ ഒന്നുകൂടെ പോണം. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലൊക്കെ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ കാണാം. പാലസിൻ്റെ ഉള്ളിൽ കയറാൻ പോവാട്ടോ. ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് ഒരാൾക്ക് 120 റുപ്യാണ്. കുട്ടികൾക്ക് 70 റുപ്യ ഉള്ളൂ. ഇനി നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഈ പാലസ് ആദ്യം ഉണ്ടാക്കുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. പിന്നെ ഇതിന് പലവട്ടം ഇതിന് കേടുപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ കാണുന്ന രീതിക്ക് പാലസ് ഉണ്ടാക്കിയത് 1897 പണി തുടങ്ങി. എന്നിട്ട് അത് തീർന്നത് പണിയൊക്കെ തീർന്നത് 1912 കേട്ടോ. കേറി ചെല്ലുമ്പോ തന്നെ പണ്ട് യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന വണ്ടിയുടെ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട്. അന്നത്തെ പട്ടാളക്കാരുടെ യൂണിഫോം ഇതാണല്ലേ. രാജാക്കന്മാരുടെ ഫാമിലിയിലുള്ള പിക്ചറാണ്. അങ്ങനെയുണ്ടമ്മ. അങ്ങനെ നമ്മൾ പാലസൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ കാണാൻ 5:30 വരെയാണ് ടൈമുള്ളത്. അതിന് നമ്മൾ ഒരു 5:30 കറക്റ്റ് 5-5:15 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറുമ്പോൾ തന്നെ ആകെ പേടിയായി, കയറാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ കയറി ഓടി വന്നപ്പോൾ ചെരുപ്പ് പുറത്ത് വയ്ക്കണം. ചെരുപ്പ് പുറത്ത് വയ്ക്കാൻ ഇവിടെ ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. കൗണ്ടറിൽ ചെരുപ്പ് കൊടുത്താൽ പൈസ ഒന്നും കൊടുക്കണ്ട. അതിൽ ചെരുപ്പ് കൊടുത്തിട്ട് ഒരു നമ്പർ ഉണ്ടാക്കി കയറിയാൽ മതി. അത് കയറിയിട്ട് നമ്മൾ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പാലസിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടോ. പാലസിന് മുന്നിലെത്തിയാണ് ഇതിൻ്റെ പറക്കാൻ. ഇങ്ങോട്ട് നോക്കിയ ആൾക്കാർ ഫുൾ ജനപ്രളയമാണ്. പ്രളയം ഫുൾ ആൾക്കാരാണ് കേട്ടോ. ഒരൊക്കെ ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊന്നും വേണ്ട തോന്നുന്നു. ഉള്ളിൽ കയറാൻ 120 റുപ്യ ഒരാൾക്ക്. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിച്ചിട്ട് ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങളിപ്പോൾ ചാമുണ്ഡി അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഫുള്ള് അമ്പലത്തിലുള്ള സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ നിരത്തി കടകളാട്ടോ. ഒരു ബുദ്ധനോ അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി നടന്ന് അമ്പലത്തിൻ്റെ അവിടെ എത്തി. എന്നാൽ ഉള്ളിലൊന്നും കയറുന്നില്ല. അമ്പലത്തിൻ്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ദേവിക്ക് പ്രസാദിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്.
ഉള്ള പൂക്കള്, പട്ടുകള്, പട്ട്. നിരത്തി അതിന്റെ കടകൾ തന്നെ കേട്ടോ. നമ്മൾ വരുമ്പോ കണ്ടില്ലേ അവിടെ കുറച്ച് കൗശല വസ്തുക്കളായിരുന്നു. ദേവീനെ പ്രസാദിക്കാനുള്ള സാധനങ്ങളാണ് നിരത്തി വെച്ചത്. ഇവിടെ ഉണ്ടോ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതാ പശു, പശുവിന്റെ കഴുത്തിൽ മണി കെട്ടിയിട്ടിട്ടുണ്ട്. പശു പശു ഈ അമ്പലത്തിന്റെ പശു ആവും. അമ്പലത്തിന്റെ പശു ആവും. ഇത് തള്ളപ്പശു, അത് കുട്ടിപ്പശു. നമുക്കൊന്ന് തൊടാം. ഒന്നും കാട്ടുന്നില്ല അല്ലേ? ഭയങ്കര വെയിലാട്ടോ ഇവിടെ. പക്ഷെ തണലത്തേക്ക് എന്താ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലം ചുറ്റുപാടുകളൊക്കെ കണ്ട് ഇനി ഞങ്ങൾ മടങ്ങി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ താഴത്ത് ഇറങ്ങി വരുമ്പോണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന കൊച്ചു കൊച്ചു കടകളുണ്ട്. അത് എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇരുന്നിട്ട് ഒരു ചായ അങ്ങോട്ട് കുടിക്കാം.